ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കോണിക്സ് ആസ് എൻവലപ്സ് ഓഫ് ടാൻജൻറ്റ് ഫാമിലീസ് ആണ്. അതായത് നമ്മൾ നോൺ ഡീജനറേറ്റ് കോണിക്സ് പറഞ്ഞു അല്ലേ, ഏതൊക്കെയായിരുന്നു? ഹൈപ്പർബോള, പാരാബോള ആൻഡ് എലിപ്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ, അതായത് അതിൻ്റെ ടാൻജൻറ്റ് ഫാമിലീസിൻ്റെ എൻവലപ്പായിട്ട് നമുക്ക് ആ കോണിക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഓരോ കോണിക്കിനും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഓക്സിലറി സർക്കിൾ ഉണ്ടാവും. ഓരോ ഓക്സിലറി സർക്കിൾസും ഓരോ കോണിക്കിനും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ആ ഒരു ഓക്സിലറി സർക്കിളിൻ്റെ ഹെൽപ്പോട് അതിൻ്റെ ഫോക്കസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഓരോ കോണിക്കിനെയും നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. വി ക്യാൻ കൺസ്ട്രക്ട് നോൺ ഡീജനറേറ്റ് കോണിക്സ് ആസ് ദ എൻവലപ്പ് ഓഫ് എ ഫാമിലി ഓഫ് ലൈൻസ് ദാറ്റ് ആർ ടാൻജൻറ്റ് ടു ദ കോണിക്. അപ്പോൾ നമുക്ക് നോൺ ഡീജനറേറ്റ് കോണിക്കിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ ടാൻജൻറ്റ് ലൈൻസിൻ്റെ എൻവലപ്പിലൂടെ. Okay, the method depends on the use of a circle associated with each non-degenerate conic called its auxiliary circle. അപ്പോൾ ഓരോ നോൺ ഡീജനറേറ്റ് കോണിക്കിനും അതിൻ്റേതായ ഓക്സിലറി സർക്കിൾസ് ഉണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻസിൻ്റെ മെത്തേഡൊക്കെ നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ ആഡ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ നോക്കി വയ്ക്കേണ്ട കാര്യം, ഓരോ കോണിക്കിൻ്റെയും എന്താണ് ഓക്സിലറി സർക്കിൾ വരുന്നതെന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ പാരാബോളയാണ് നമ്മുടെ ആദ്യത്തെ നോൺ ഡീജനറേറ്റ് കോണിക്ക്. അതിൽ പാരാബോളയുടെ ഓക്സിലറി സർക്കിൾ വരുന്നത് അതിൻ്റെ ഡയറക്ട്രിക്സ് തന്നെയാണ്. ഓക്കെ, പാരാബോളയുടെ ഓക്സിലറി സർക്കിൾ ഏതാണ്? അതിൻ്റെ ഡയറക്ട്രിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എലിപ്സിൻ്റെ കാര്യമാണ് നോക്കുന്നത്. എലിപ്സിൻ്റെ ഓക്സിലറി സർക്കിൾ വരുന്നത് അതിൻ്റെ മേജർ ആക്സിസ് ഡയാമീറ്ററായിട്ട് വരുന്ന ഒരു സർക്കിളാണ് ആ എലിപ്സിൻ്റെ എന്തായിട്ട് വരുന്നത്? ഓക്സിലറി സർക്കിളായിട്ട് വരുന്നത്. അപ്പോൾ പാരാബോളയുടെ അതിൻ്റെ ഡയറക്ട്രിക്സ് ആണ് ഓക്സിലറി സർക്കിൾ. എലിപ്സിൻ്റെ മേജർ ആക്സിസ് ഡയമീറ്ററായിട്ട് വരുന്ന സർക്കിളാണ് അതിൻ്റെ ഓക്സിലറി സർക്കിളായിട്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഹൈപ്പർബോളയുടെ ഓക്സിലറി സർക്കിളാണ്. ഹൈപ്പർബോളയുടെ ഓക്സിലറി സർക്കിളും ഇതേ എലിപ്സിൻ്റെ പോലെ തന്നെയാണ്. ഹൈപ്പർബോളയുടെ മേജർ ആക്സിസ് ഡയമീറ്ററായിട്ട് വരുന്ന സർക്കിൾ തന്നെയാണ് ഹൈപ്പർബോളയുടെ എന്തായിട്ട് വരുന്നത്? ഓക്സിലറി സർക്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 ഓക്സിലറി സർക്കിൾസും പഠിച്ചു വയ്ക്കുക. പാരാബോളയുടെ ഓക്സിലറി സർക്കിൾ ഡയറക്ട്രിക്സ് ആണ്. എലിപ്സിൻ്റെ ഓക്സിലറി സർക്കിൾ മേജർ ആക്സിസ് ഡയമീറ്ററായിട്ട് വരുന്ന സർക്കിളാണ്. ഹൈപ്പർബോളയുടെ ഓക്സിലറി സർക്കിൾ എന്ന് പറയുന്നത് ഹൈപ്പർബോളയുടെ മേജർ ആക്സിസ് ഡയമീറ്ററായിട്ട് വരുന്ന സർക്കിളാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഒരു തിയറമാണ്. തിയറം പറയുന്നത്, എ പെർപെൻഡിക്കുലർ ഫ്രം എ ഫോക്കസ് ഓഫ് എ നോൺ ഡീജനറേറ്റ് കോണിക് ടു എ ടാൻജൻറ്റ് മീറ്റ്സ് ദ ടാൻജൻറ്റ് ഓൺ ദ ഓക്സിലറി സർക്കിൾ ഓഫ് ദ കോണിക്. അതായത് നമ്മൾ ഒരു കോണിക്കിൻ്റെ ഫോക്കസിലൂടെ ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ ടാൻജൻറ്റിലോട്ട് മീറ്റ് ചെയ്യുന്ന പോലെ വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ആ ടാൻജൻറ്റിലോട്ട് ആ ഫോക്കസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആ കോണിക്കിൻ്റെ ഓക്സിലറി സർക്കിളിൽ തന്നെ ഉള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. എന്താണ് ഒന്നുകൂടി നോക്കാം. പാരാബോളയുടെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. നമുക്കറിയാം പാരാബോളയുടെ ഓക്സിലറി സർക്കിൾ എന്താണ്? ഡയറക്ട്രിക്സ് ആണല്ലോ. അപ്പോൾ ഫോക്കസിൽ നിന്ന് ഈ തിയറം എന്താ പറയുന്നത്? ഫോക്കസിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ആ കോണിക്കിൻ്റെ ടാൻജൻറ്റിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ ഫോക്കസിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ടാൻജൻറ്റിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റിലോട്ട് ആ ഫോക്കസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആ കോണിക്കിൻ്റെ ഓക്സിലറി സർക്കിളിലാണ് മീറ്റ് ചെയ്യുക. ഇവിടെ പാരാബോളയുടെ ഫോക്കസിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് വന്നിട്ട് ഈ പാരാബോളയുടെ ഓക്സിലറി സർക്കിളുള്ള ആയിട്ടുള്ള ഡയറക്ട്രിക്സിലല്ലേ മീറ്റ് ചെയ്യുന്നത്. അതാണ് ഈ തിയറം പറയുന്നത്. എന്താണ്? കോണിക്കിൻ്റെ ഫോക്കസിലൂടെ ടാൻജൻറ്റിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ആ പെർപെൻഡിക്കുലർ ടാൻജൻറ്റിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കോണിക്കിൻ്റെ ഓക്സിലറി സർക്കിളിലായിരിക്കും മീറ്റ് ചെയ്യുക. ഇതാണ് പറയുന്നത്. ഇത് പാരാബോളയുടെ കേസാണ് വരുന്നത് ഇങ്ങനെ. ഇനി ഇതേപോലെ നമുക്ക് എലിപ്സിൻ്റെ കേസിലും എലിപ്സിൻ്റെ ഫോക്കസിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ആ എലിപ്സിൻ്റെ ടാൻജൻറ്റിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ എലിപ്സിൻ്റെ ഓക്സിലറി സർക്കിളിലായിരിക്കും മീറ്റ് ചെയ്യുക. അതേപോലെ ഇതാണ് ഹൈപ്പർബോളയുടെ കേസ്. ഹൈപ്പർബോളയുടെ ഫോക്കസിൽ നിന്ന് ആ ഹൈപ്പർബോളയുടെ ടാൻജൻറ്റിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പോയിൻ്റ്, ആ മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ലൈനിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് ഹൈപ്പർബോളയുടെ ഓക്സിലറി സർക്കിളിലായിരിക്കും മീറ്റ് ചെയ്യുക. ഓക്കെ,
ഇനി നമ്മൾ ഈ തിയറത്തിൻ്റെ പാരാബോളയുടെ പ്രൂഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു തിയറം? എ പെർപെൻഡിക്കുലർ ഫ്രം എ ഫോക്കസ് ഓഫ് എ നോൺ ഡീജനറേറ്റ് കോണിക് ടു എ ടാൻജൻറ്റ് മീറ്റ്സ് ദ ടാൻജൻറ്റ് ഓൺ ദ ഓക്സിലറി സർക്കിൾ ഓഫ് ദ കോണിക്. അപ്പോൾ നമ്മൾ പാരാബോളയുടെ കേസ് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? പെർപെൻഡിക്കുലർ ഫ്രം എ ഫോക്കസ് ഓഫ് പാരാബോള ടു ദ ടാൻജൻറ്റ് മീറ്റ്സ് ദ ടാൻജൻറ്റ് ഓൺ ദ ഡയറക്ട്രിക്സ് ഓഫ് ദ പാരാബോള അല്ലേ? ഓക്സിലറി സർക്കിൾ എന്താണ്? പാരാബോളയുടെ ആകുമ്പോൾ ഡയറക്ട്രിക്സ് ആണ്. അതേപോലെ അങ്ങനെ പറയാം. അതായത് എന്താണ്? ഫോക്കസിൽ നിന്ന് ടാൻജൻറ്റിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് പാരാബോളയുടെ ഡയറക്ട്രിക്സിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിനായിട്ട് നമ്മൾ പാരാബോളയിലെ ആർബിട്രറി പോയിൻ്റ് പി എന്ന് ചൂസ് ചെയ്യുക. അതിൻ്റെ പാരാമെട്രൈസേഷൻ നമുക്കറിയാം. എക്സ് ഇസ് ഈക്വൽ ടു 80² വൈ ഈക്വൽ ടു 280 ആണ്. അപ്പോൾ അത് ചൂസ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എടുത്ത പാരാബോള ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഏതായിരുന്നു? നമ്മൾ സ്റ്റാൻഡേർഡ് പാരാബോള y² = 4x നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് എങ്ങനെയായിരുന്നു? a,0 എന്നായിരുന്നു അതിൻ്റെ ഫോക്കസ്. അപ്പോൾ അതിൽ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. പി എന്ന പോയിന്റിലുള്ള ടാൻജൻറ്റ് വരച്ചു. ഇനി ഈ ഫോക്കസിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ആ ടാൻജൻറ്റിലോട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ടി ആണെന്നും നമ്മൾ എടുത്തു. ആ ടി എന്നുള്ള പോയിന്റ് ഡയറക്ട്രിക്സിലാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരാബോളയുടെ സ്റ്റാൻഡേർഡ് പാരാബോളയുടെ ഡയറക്ട്രിക്സ് ഏത് ആക്സിസ് ആണ്? വൈ ആക്സിസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ടി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സിൽ എക്സ് കോർഡിനേറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ പാരാബോളയുടെ ഡയറക്ട്രിക്സിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓക്കെ, അതിനായിട്ട് നമുക്ക് ആദ്യം ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത്? കിട്ടിയത് y(t = x + 80² ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അത് 2 പോയിൻറ്റ്സ് ലോ ഫോം വെച്ചിട്ടൊക്കെയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് പാരാബോളയുടെ സ്ലോപ്പ് കിട്ടിയിരുന്നത് 1/t എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോമിലായിരുന്നു നമ്മുടെ ടാൻജൻറ്റ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാൻജൻറ്റ് സ്ലോപ്പ് 1/t എന്നായിരുന്നു. ഇനി നമ്മൾ ഈ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പും കൂടി നമുക്ക് ആവശ്യമാണ്. ഈ രണ്ട് ലൈൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ TF എന്ന് പറയുന്ന ലൈനാണ് ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈന്. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് സ്ലോപ്പ് വേണം. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ടാൻജൻറ്റ് സ്ലോപ്പ് നമുക്കറിയാം 1/t ആണെന്ന്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈൻ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ TFൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും അല്ലേ? അപ്പം ടാൻജൻറ്റ് സ്ലോപ്പ് 1/t ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ വരുമ്പോൾ FTയുടെ സ്ലോപ്പ് എന്തായിരിക്കും വരിക? -t ആയിരിക്കും വരിക. അപ്പം നമുക്ക് സ്ലോപ്പ് ഉണ്ട്. ഇനി അതിലൊരു പോയിൻ്റ് ആ പെർപെൻഡിക്കുലർ ലൈനിൽ ഒരു പോയിൻറ്റും കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് ഈ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. നമുക്ക് അതിൽ ഫോക്കസിൽ കൂടെയല്ലേ ഈ ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് അറിയാലോ, a,0 ആണ്. അപ്പോൾ ഒരു പോയിൻറ്റും കിട്ടി. അതിൻ്റെ സ്ലോപ്പ് -t എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പോയിൻറ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് FTയുടെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അതായത് എന്താണ് പോയിൻറ്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്? y - y1 = m × x - x1 അല്ലേ? x - x1 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ x1 y1 എന്ന് പറയുന്നത് aയും 0 ആണ്. അപ്പോൾ y - y1 ആയിട്ടുള്ള 0 = സ്ലോപ്പ് -t × x - x1 എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y = -tx + at എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ y = -tx + at എന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ടാൻജൻറ്റ് ഇക്വേഷൻ നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്തു? 1 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി രണ്ടും y = സംതിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കിട്ടും അല്ലേ? അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കൂടി സോൾവ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? x = 0 എന്നും y = 80 എന്നും കിട്ടും. ഈ പോയിൻ്റ് ആയിരിക്കും ആ രണ്ട് ലൈൻസിൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിൻ്റ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 എന്നും കിട്ടി, വൈ കോർഡിനേറ്റ് 80 ആണെന്നും കിട്ടി. എക്സ് കോർഡിനേറ്റ് 0 ആണ് എന്നുണ്ടെങ്കിൽ അത് ഏത് ആക്സിസിലായിരിക്കും ഉണ്ടാവുക? വൈ ആക്സിസിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് ഡയറക്ട്രിക്സ് ഓഫ് ദ പാരാബോളയിൽ പോയിൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൂഫായിലെ ഈ ലൈൻ്റെ ഈ ടി എന്ന് പറയുന്ന പോയിൻ്റ് കോർഡിനേറ്റ്സ് നമുക്ക് 0,80 എന്ന് കിട്ടി. അപ്പോൾ ഈ പാരാബോളയുടെ ഡയറക്ട്രിക്സ് തന്നെയാണ് നമ്മുടെ വൈ ആക്സിസ്. സോ ആ പോയിൻ്റ് ഈ പാരാബോളയുടെ ഡയറക്ട്രിക്സിലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് പാരാബോളയുടെ പ്രൂഫ് വരുന്നത്. ഓക്കെ.